വിഷമവും വരുന്നുണ്ട്, ഒന്നും റെഡി ആയിട്ടില്ല, പെട്ടെന്ന് ഇനി ഡെലിവറി ആണോ എന്ന്. എനിക്ക് ആ ഒരു വീക്ക് കംപ്ലീറ്റ്ലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബാഗൊന്നും പാക്ക് ചെയ്തിട്ടില്ല, പെട്ടെന്ന് കൈ കിട്ടിയ ഡ്രസ്സൊക്കെ. കുഞ്ഞിനൊരു അനക്കക്കുറവ് വന്ന് ഞങ്ങൾ ചെക്കപ്പിന് പോയി. അപ്പം മൂത്ത ആൾക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ. ഹായ്, അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് കുറച്ചൊക്കെ ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം കൂടുതലും അങ്ങനെയുള്ളവരായിരിക്കും ഇത് ടൈറ്റിൽ കണ്ട് വരുന്നത്. അപ്പം കഴിഞ്ഞ 32 വീക്സിൻ്റെ സ്കാൻ കഴിഞ്ഞ് നിൽക്കുവാണ് ഞാനിപ്പോൾ. ഇപ്പോൾ 34 വീക്സിലാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അതിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടാവും എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവരും ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരൊക്കെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസൊക്കെ കാണും. അപ്പോൾ ഞാനും അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ആരും ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ് കണ്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം എനിക്ക് നൈറ്റ് പെട്ടെന്നൊരു എമർജൻസി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ 32 വീക്സിൻ്റെ സ്കാനിങ്ങിന് പോയ സമയത്ത് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെറിയൊരു പെയിൻ പോലെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് വയറിൽ ഒരു ചെറിയൊരു പീരീഡ്സൊക്കെ നമ്മൾ ഡേറ്റ് എടുക്കാറാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വേദന പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ഡോക്ടർ ഞാനത് പറഞ്ഞപ്പം ഒരു മെഡിസിൻ തന്നിരുന്നു. അത് യൂട്രസ് ഒന്ന് റിലാക്സ് ആവാനും ഒക്കെ വേണ്ടിയിട്ടൊരു ടാബ്ലറ്റ് തന്നിരുന്നു. ഡെയിലി നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ആ കഴിക്കുന്ന ടൈം ആയി വരുമ്പോൾ എനിക്ക് ആ വേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ കിടന്നപ്പം ഇപ്പം ഇതിൻ്റെ 2ാമത്തെ പ്രഗ്നൻസിയാണ്. അപ്പം മൂത്ത ആൾക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം മോൻ കിടക്കുന്ന സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് ഞാൻ ചിലർ പറയും ഇങ്ങനെ എണീറ്റിരുന്നിട്ട് വേണം കിടക്കാൻ. എപ്പോഴും നമുക്ക് അങ്ങനെ പറ്റണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് കിടക്കാറുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ചരിഞ്ഞ് കിടന്നപ്പോൾ എനിക്ക് വയറിനടിയിൽ ഇങ്ങനെ ഒരു കൊളുത്തി പിടിച്ച പോലെ തോന്നി. ആ കാലെനിക്ക് ഇങ്ങോട്ട് തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. കാല് കുറേ നേരം കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് പിടിച്ച സൈഡിലേക്ക് ആക്കിയിട്ടാണ് എനിക്ക് ഓക്കെ ആയത്. പക്ഷെ അപ്പം ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ എനിക്ക് രാവിലെ ആയപ്പം ആ കാലിങ്ങനെ ചവിട്ടി നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന. അതും ഈ വയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് ആ വേദന വന്നത്. ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ഒരു ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസവും കുഴപ്പമില്ല, നടക്കാം. ഞാൻ ഒത്തിരി കൊളുത്തി പിടിച്ചതിൻ്റെ ആയിരിക്കും. അതൊന്ന് കാല് മസാജ് ചെയ്യിച്ചു അങ്ങനെയൊക്കെ നോക്കി, എന്നിട്ടൊന്നും അത് കുറവില്ല. പിന്നെ 3ാമത്തെ ദിവസമായപ്പം മോർണിംഗ് ആയപ്പോൾ എനിക്ക് കാൽ താഴേക്ക് വെക്കാൻ പറ്റുന്നില്ല. അത് ശരിക്കും വയറിൻ്റെ അടിയിൽ എനിക്ക് ആ വേദന ഫീൽ ചെയ്യാൻ തുടങ്ങി. കാല് തുടങ്ങുന്ന അവിടെ ആ ഒരു ജോയിൻറ്റിന് എനിക്ക് ശരിക്കും വേദന തുടങ്ങി. അപ്പം എല്ലാവരും പറഞ്ഞ് ചിലപ്പം വയറിടിഞ്ഞിട്ടായിരിക്കും. എൻ്റെ വയറും നന്നായിട്ട് താന്നു നല്ല. അപ്പോൾ ആദ്യത്തെ എനിക്ക് 37 വീക്സിലാണ് എനിക്ക് സിസേറിയൻ നടന്നത്. അത് എനിക്ക് പെയിൻ വന്ന് കുഞ്ഞിനൊരു അനക്കക്കുറവ് വന്ന് ഞങ്ങൾ ചെക്കപ്പിന് പോയി. പിന്നെ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ വിളിപ്പിച്ചു. അങ്ങനെ ഒരു PV ചെയ്തു. അവിടെ നിന്ന് തന്നെ എനിക്ക് പെയിൻ വന്ന് അങ്ങനെയാണ്. പിന്നെ പക്ഷേ ലാസ്റ്റ് ആയപ്പം C-സെക്ഷൻ ആയി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പം 37 വീക്സ് 4 ഡേയ്സിലാണ് മൂത്ത ആൾ ഡെലിവറി ആയത്. മൂത്ത ആൾ ഇപ്പോൾ 2 വയസ്സും ആയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് വലിയ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ട്. അപ്പം അടുത്ത എല്ലാവരും പറയുമല്ലോ അത്രയും പോകത്തില്ല. ഒരാളുടെ അത്രയും നേരത്തെ നടന്നതുകൊണ്ട് ചിലപ്പോൾ അത്രയും പോകത്തില്ല. പറയുന്ന ഡേറ്റ് ജൂൺ 5th ആണ് എൻ്റെ ഡേറ്റ്. അപ്പോൾ അത്രയും ചിലപ്പോൾ പോകത്തില്ലായിരിക്കും. മറ്റേ 37 വീക്ക് ആയിരുന്നതുകൊണ്ട് ഇതും ചിലപ്പോൾ നേരത്തെ ആകും എന്നിങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പെയിനും കൂടെ വന്നപ്പം അമ്മയ്ക്കും എല്ലാവർക്കും ടെൻഷൻ വന്നത്. ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ലേക്ക് ഷോറാണ്. അത് നമുക്ക് ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. അപ്പം രാത്രി പിന്നെ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഓടിച്ചെത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു ഓക്കെ ഇത് കൂടണ്ട, നമുക്ക് പോയേക്കാം, എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചേക്കാം. ഞങ്ങളൊരു 9:30-10 മണിയായപ്പോഴാണ് ഇവിടുന്ന് പോയത്. ഞാനും മോനും ഹസ്ബൻഡും അമ്മയും കൂടെ പോയി. നേരെ കാഷ്വാലിറ്റി ചെന്ന് അവർ നമ്മുടെ പ്രഗ്നൻസി കേസെല്ലാം അവർ നേരെ ലേബർ റൂമിലേക്കല്ലേ വിടുള്ളൂ.
അപ്പോൾ ലേബർ റൂമിൽ ചെന്ന് അവർ ഫുള്ള് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റും എന്തെങ്കിലും കോൺട്രാക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ എൻ്റെ പ്രഷർ ഭയങ്കര ലോ ആയി. ഷുഗർ എനിക്ക് ഓൾറെഡി കഴിഞ്ഞ മറ്റേ ഗ്ലൂക്കോസ് ടെസ്റ്റിലും ഇച്ചിരി ലോ ആയിട്ടാണ് കാണിച്ചത്. പക്ഷേ കുഴപ്പമില്ല, സ്വീറ്റ്സൊക്കെ കഴിച്ചാൽ മതി, ഫുഡ് പോർഷൻ ചെയ്ത് കഴിക്കുന്ന എന്നോട് പറഞ്ഞത്. ഒരു ടൈമിൽ ഒരുമിച്ച് എല്ലാം കഴിക്കാതെ ഇച്ചിരി കട്ട് ചെയ്ത് ഗ്യാപ്പിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു. അല്ലാതെ ഒരുപാട് ലോ അല്ല. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് ചെക്ക് ചെയ്തത് പ്രഷറും ഭയങ്കര ലോ ആയിട്ട് കാണിച്ചു. പിന്നെ അവരപ്പം തന്നെ ഒരു ലൈം ജ്യൂസ് പറഞ്ഞു, കുറച്ച് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് 2 ഇഞ്ചക്ഷൻ തന്നു, 2 സൈഡിലും 2 ഇഞ്ചക്ഷൻ തന്നു. വേറെ മെഡിസിൻ തന്നു. ഓൾറെഡി എനിക്ക് അന്ന് 32 വീക്സ് സ്കാനിലൊരു ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു പ്രൊജസ്ട്രോണിൻ്റെ അത് ഉള്ളിൽ വെക്കാനുള്ള ഒരു ക്യാപ്സ്യൂളും തന്നു. എന്നിട്ട് നൈറ്റ് അത് വെച്ച് കിടക്കാൻ പറഞ്ഞു. അപ്പം ഒന്നൊരു യൂട്രസിൻ്റെ സപ്പോർട്ടും ഒന്ന് റിലാക്സ് ആവുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം അങ്ങനെ, പക്ഷേ ശരിക്കും അന്ന് നൈറ്റ് ഞങ്ങൾ ബാഗൊന്നും പാക്ക് ചെയ്തിട്ടില്ല. പെട്ടെന്ന് കൈ കിട്ടിയ ഡ്രസ്സൊക്കെ ഒരു 32 വീക്സ് ആയതുകൊണ്ട് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. 35 ഒക്കെ ആകുമ്പോൾ പോയാൽ മതി, എല്ലാം റെഡി ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് നമ്മൾ അഡ്മിറ്റ് ആക്കണമെങ്കിൽ എന്നുള്ള രീതിയിൽ ഫുൾ ഡ്രസ്സൊക്കെ വാരി. അപ്പോഴാണ് ഓർക്കുന്ന നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വാഷ് ചെയ്ത് ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതൊന്നും അയൺ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ നമുക്ക് വിഷമവും വരുന്നുണ്ട്, ഒന്നും റെഡി ആയിട്ടില്ല, പെട്ടെന്ന് ഇനി ഡെലിവറി ആണോ എന്താണ്. ഭയങ്കര എന്ന് വെച്ചാൽ കാലുവേദനയായിട്ട് പോയി ഡെലിവറി നല്ല. പക്ഷെ ശരിക്കും എനിക്ക് ആ ഒരു വീക്ക് കംപ്ലീറ്റ്ലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ രാത്രിയൊക്കെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വയറ് താങ്ങി പിടിച്ച് എനിക്ക് അവിടെ പെൽവിക്കിന് ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ പീരീഡ് ക്രാമ്പ് അല്ല, നമുക്കിപ്പം യൂറിൻ കുറച്ച് നേരം കൺട്രോൾ ചെയ്ത് പിടിക്കുമ്പോൾ ഒരു പെയിനില്ലേ, അതുപോലത്തെ. എങ്കിൽ നമുക്ക് ടോയ്ലറ്റിൽ പോകണം, അത്ര യൂറിൻ ഒന്നും പാസ്സാകത്തുമില്ല. പോയിട്ട് വന്ന് കിടന്ന് പെട്ടെന്നായിരിക്കും അടുത്തത്. അപ്പം അതുപോലെ എനിക്കിങ്ങനെ ആ ഒരു വേദന, അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് വീക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തു ഇനി എന്തെങ്കിലും അത് വയറ് ഇടിഞ്ഞു. അപ്പം അമ്മയൊക്കെ പറയും വയറിടിയുന്നത് ചിലപ്പം ഇതായിട്ടായിരിക്കും, പെട്ടെന്ന് ഇവരൊക്കെ അമ്മമാർക്കൊക്കെ അറിയാമല്ലോ വയറിടിയുന്നത് ഇതിൻ്റെ ലക്ഷണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓൾറെഡി എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് സെക്കൻഡും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ അതും ഇത്ര ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. 2 ഇയേഴ്സല്ലേ ആയുള്ളൂ, കറക്റ്റ് 2 ഇയർ ആയതേ ഉള്ളൂ മൂത്ത മോന്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി എന്താണ് പെയിൻ വന്നിട്ട്, എനിക്ക് ഫസ്റ്റ് ഞാൻ എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഫുൾ ലേബർ പെയിൻ ഞാൻ എടുത്തിട്ടാണ് ലാസ്റ്റ് ഒരു 1.5 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെ സിസേറിയന് പോകേണ്ടി വന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഇതും അങ്ങനെ ആകരുതെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് സിസേറിയൻ തന്നെ ആദ്യമേ ആണെങ്കിൽ അങ്ങനെ 2 വേദനയും സഹിക്കണ്ടല്ലോ. പക്ഷേ അങ്ങനെ സിസേറിയന് വേദന എനിക്ക് അത് കഴിഞ്ഞ് ഉണ്ടായില്ല അധികം. പക്ഷേ എങ്കിൽ പോലും 2ഉം അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നൊരു ഇതുണ്ട്. നോർമൽ ഡെലിവറി ആണെങ്കിൽ നോർമൽ, സിസേറിയൻ ആണെങ്കിൽ സിസേറിയൻ. പക്ഷേ ഇതിൽ ചാൻസ് ഇല്ലയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ റെഡിയായാൽ പോയത്. എന്നിട്ട് ഞങ്ങൾ പോകുന്ന വഴി പറയുക അമ്മയ്ക്കേട്ട് ഇനിയിപ്പോൾ ഇതല്ലെങ്കിലും നമുക്ക് ഡോക്ടറോട് പറയാം, ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഒരു ഡേറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ലേബർ റൂമിലെ നേഴ്സിനോട് ഇങ്ങനെ നൈസായിട്ട് ചോദിച്ചു, സിസ്റ്റർ എന്തായാലും സിസേറിയനല്ലേ ആവുള്ളൂ, അപ്പോൾ ഇപ്പം ഒരു ഡേറ്റ് എടുത്തിട്ട് നമുക്ക് സിസേറിയൻ ചെയ്താലോ എന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞു 36 ഒക്കെ ആവണം, ടേം ആവണമെങ്കിൽ. അതിന് മുമ്പ് ചെയ്താൽ എന്തായാലും കൊച്ചിനെ NICUയിൽ വെക്കും. അത് പാടല്ലേ, മാക്സിമം 36 വരെയെങ്കിലും ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് പറയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതും പോയി. അപ്പോൾ പറഞ്ഞു ഇനിയും വേദന തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആ ദിവസം പോയി ഫുൾ നൈറ്റ് ഞങ്ങൾ ചെന്ന് 11 മണിയായി ചെന്നിട്ട് 11 മണിക്ക് ചെന്നപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡോക്ടറെ സ്മിത ഡോക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ മരുന്നൊക്കെ തന്നു. അപ്പോൾ ഈ ഇഞ്ചക്ഷനും എടുത്തു, ഈ മെഡിസിനൊക്കെ വെച്ചു, കുറച്ച് ഫുഡ് കഴിച്ചു. ഷുഗറും പ്രഷറും ഒക്കെ ഒന്ന് ലെവലാവുന്നവരെ എന്നെ അവിടെ കിടത്തി കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കി. എന്നോട് പറഞ്ഞു ഡോക്ടറെ മോർണിംഗ് പോയാൽ മതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കിടക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പം മോനുണ്ടല്ലോ, അവൻ ഭയങ്കര അലമ്പ്, ഞാനില്ലാതെ അങ്ങനെ നിന്നിട്ടില്ല. അപ്പം ഭയങ്കര കരച്ചിൽ. എനിക്ക് കേക്കകത്ത് ലേബർ റൂമിൻ്റെ അകത്ത് വരെ കേൾക്കാൻ കരച്ചിൽ. ഞാൻ പറഞ്ഞു ഇപ്പോൾ മോൻ പ്രശ്നമാണ്, പോട്ടെ ഡോക്ടർ രാവിലെ വരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം
എന്നും പറഞ്ഞ് ഞങ്ങൾ പെർമിഷൻ വാങ്ങിച്ച് ഒരു 2 മണിക്ക് ഞങ്ങൾ തിരിച്ചു പോകും. പക്ഷേ പിന്നെ എനിക്ക് ആ പെയിൻ ഉണ്ടായിട്ടില്ല കേട്ടോ. ആ ഒരു കൊളുത്തി പിടിക്കുന്ന ആ പെയിനും പിന്നെ ഈ പറഞ്ഞ പോലെ രാത്രി എണീക്കാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ കുറേ മാറി. അത് മറ്റേത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ എണീക്കുമ്പോൾ നമുക്കിങ്ങനെ വയറിന് താങ്ങി പിടിച്ച് വേണം പോകണമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇനിയിപ്പോൾ എനിക്ക് 34 വീക്സ് 35 ആവും. ഒരു 3 ഡേയ്സ് കഴിയുമ്പോൾ 35 ആവും. അപ്പോഴേക്കും അതിന് അടുത്ത ഒരു ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ 10 ഡേയ്സ് കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ചെല്ലുമ്പോൾ ചിലപ്പോൾ മേ ബി ഒരു ഡേറ്റ് എടുത്തിട്ടായിരിക്കും ഇനി സിസേറിയൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ രാത്രി ഇത്രയും നേരത്തെ അപ്പോൾ നമ്മളത് ഇനി പ്രിമച്വർ ആവുമോ, 33 ഒക്കെ അല്ലേ ആയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോയപ്പോൾ. അപ്പം നമ്മൾ ശരിക്കും എല്ലാവരും പേടിച്ചെന്ന് പറഞ്ഞാൽ പേടിയല്ല, രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കൊണ്ട് പോകണ്ടേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കുഞ്ഞിനെയും എല്ലാവരുടെയും ഡ്രസ്സ് എടുക്കണമല്ലോ. നമുക്ക് ഒരാൾക്ക് ഇത്ര ദൂരമായതുകൊണ്ട് നമുക്ക് എപ്പോഴും പോയി വന്ന് മറ്റേ ആദ്യത്തായിരുന്നപ്പോൾ തൊട്ടടുത്ത ഹോസ്പിറ്റലാണ്. അതും നമ്മൾ ഇതുപോലെ ഒന്നും പ്രിപ്പയർ ആയില്ലായിരുന്നു. ഒരു എന്തോ ചെക്കപ്പിന് പോയപ്പം അവിടെ ചെന്ന് പെട്ടെന്ന് പെയിൻ വന്ന് പിന്നെ ഹസ്ബൻഡിനെ പറഞ്ഞു വിട്ട് ആ ഡ്രസ്സ് അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ പറഞ്ഞ് എടുപ്പിക്കണമായിരുന്നു. അപ്പോൾ ഇതെങ്കിലും എനിക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ച്. പക്ഷെ അതൊക്കെ ഒന്ന് എവിടെ നിന്ന് എടുത്ത് വെക്കണമെന്ന് പോലും അറിയാതെ രാത്രി നമ്മൾ ഓടിയതാണ്. അപ്പം ഭയങ്കര അതൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനാണെങ്കിലും കുറേ കുഞ്ഞുടുപ്പൊക്കെ ഞാൻ വാങ്ങിച്ച് ഇങ്ങനെ വർക്കൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഭംഗിക്കെടുത്ത് വെക്കാൻ പോലും പറ്റിയില്ല. അപ്പം അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും അതേതായാലും പ്രശ്നമൊന്നും ഉണ്ടാകാതെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പോൾ അത് കാരണം ഞാൻ കുഞ്ഞിനുള്ള എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അറിയാം ഓൾമോസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞുകൊണ്ട് എന്താണ് അത്യാവശ്യം വേണ്ടത്. ഈ എല്ലാവരും ഡെലിവറി ബാഗ് പാക്കിങ്ങിന് കൊണ്ടുപോകുന്നത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്കറിയത്തില്ല. അതിനു വേണ്ടി സാധനങ്ങൾ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിലുടനെ ഇടാം. അപ്പോൾ ഇത് ഇങ്ങനെ എന്നെപ്പോലെ ആർക്കെങ്കിലും പേടിച്ച് ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്ന് പറയണം കേട്ടോ. അതുമല്ല ഫസ്റ്റത്തെ ഒരു സിസേറിയൻ കഴിഞ്ഞ് സെക്കൻഡ് ഇത്രയും ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ഞാൻ കുറേ പേര് നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ ഒരാളാണ് എൻ്റെ ഫ്രണ്ട്സിലുള്ളത്. അവരോടാണ് ഞാൻ നമ്മൾ ചോദിക്കുന്നത്. ഭയങ്കര ഡൗട്ടായിരുന്നു ആദ്യമേ കുഞ്ഞിൻ്റെ ഫീഡിങ്ങിനെ കുറിച്ചും. പക്ഷേ എൻ്റെ മോൻ ഇപ്പോഴും ഫീഡ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറയും നിർത്തുന്നു പറയുന്നുണ്ട്. പക്ഷേ അവനത് നിൽക്കുന്നില്ല. നൈറ്റ് എപ്പോഴും ഇല്ല. ഇപ്പോൾ ഇതായപ്പോഴേക്കും പാല് കംപ്ലീറ്റ്ലി കുറഞ്ഞെന്ന് തോന്നുന്നു. അവൻ ആ ഉറങ്ങുന്ന ടൈമിൽ അവനൊന്ന് സക്ക് ചെയ്യണം, എന്നാലേ അവൻ ഉറങ്ങത്തുള്ളൂ. അപ്പം അത് നിർത്താൻ പറ്റുന്നില്ല. എനിക്കങ്ങനെ പിടിച്ചു മാറ്റി അങ്ങനെ ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല. ഉറങ്ങാൻ അവന് വേറെ രീതിയിൽ അറിയത്തില്ല എന്ന് തോന്നുന്നു. നമ്മളൊക്കെ തോളത്ത് കിടന്നാലും പാട്ട് പാടിയാലും അങ്ങനെ ഒന്നുമില്ല. അവനാ പാല് കുടിച്ചുറങ്ങി അത് ശീലമായതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. ഡോക്ടർ ഇത്തവണ ചെന്നപ്പോൾ ഈ ലേബർ റൂമിൽ കിടന്നപ്പോഴും സിസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞു ഫീഡിങ് ഉണ്ട്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു ഡോക്ടർ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ നിർത്തുന്നാ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാനാ പറ്റുന്നില്ലത് എന്ന് പറഞ്ഞു. പിന്നെ അവനും കുഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു എനിക്ക് 7 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടായതാണ്. അപ്പോൾ നമുക്ക് അവനെ പെട്ടെന്ന് അങ്ങനെ പറിച്ചെടുത്ത് മാറ്റുമ്പോൾ ഭയങ്കര ഒരു വിഷമം. അത് കാരണം ഞങ്ങൾ ഇടയ്ക്കൊന്ന് സക്ക് ചെയ്യും, അവൻ ഉറങ്ങാൻ നിർത്ത്. അപ്പം തന്നെ ഉറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമ്മളത് മാറ്റി അങ്ങനെയാണ്. അതുപോലെ ഇപ്പം രണ്ടാമത്തെ ആയപ്പോൾ ആൾക്ക് കുറച്ച് നിർബന്ധവും കാര്യങ്ങളും. അപ്പം എനിക്ക് കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഡെലിവറിയും സെക്കൻഡ് ഡെലിവറിയും ഭയങ്കര ഡിഫറെൻ്റാണ്. ഫസ്റ്റിലത്തെ നമ്മൾ മറ്റേ VIP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഒന്നും ചെയ്യേണ്ട, ഒരു കടലിൽ കിടക്കുക, നൈറ്റ് നടക്കുക, ഫുഡും കാര്യങ്ങളും. പക്ഷേ ഇത് നമുക്ക് ഒരു തരത്തിലും അങ്ങനെ റെസ്റ്റ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടക്കും. പിന്നെ രാവിലെ ഇപ്പോൾ ഈ ലാസ്റ്റ് ആയപ്പോഴാണ് രാവിലെ ഇച്ചിരി നേരം കിടക്കുന്നത്. ഇല്ലെങ്കിൽ മോൻ്റെ കാര്യം നോക്കാൻ അമ്മുമ്മയും അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളും വേണം. അവൻ അത്രയ്ക്ക് ഇപ്പോൾ ഒരു ഓടുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര കുസൃതിയാണ്. അപ്പം എല്ലാവരും വേണം. അത് കാരണം ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ കുറച്ച് കുഴമ്പൊക്കെ ഇട്ട് കുളിക്കും, അത് മാത്രമേ ഉള്ളൂ. അമ്മ പറയും സ്ട്രെച്ച് മാർക്കിനൊക്കെ. ഞാൻ വേറെ അല്ലാതെ ക്രീംസൊന്നും ഇടുന്നില്ല ഇപ്പം. ഒന്നാമത് എനിക്ക് ഭയങ്കര ഇതായി കഴിയുമ്പോൾ തൊട്ട് ഭയങ്കര ചൂടാണ്.
AC ഇട്ടാൽ പോലും ഞാൻ വിയർക്കും, അതുപോലെ ചൂടാണ്. അപ്പോൾ എനിക്ക് ഈ ക്രീംസും എല്ലാം ഞാൻ സൺസ്ക്രീൻ വരെ നിർത്തി, അതുപോലെ എനിക്ക് ചൂടാണ്, ശരീരത്തിന് ഒട്ടും പറ്റുന്നില്ല. അപ്പം ഒന്നും വിടില്ല. പിന്നെ ഞാൻ കുഴമ്പിട്ടിട്ട് കുളിക്കും, നാൽപ്പാമരം അങ്ങനെ എന്തെങ്കിലും ഓയിലിട്ടിട്ട് കുളിക്കും, അതേ ചെയ്യുന്നുള്ളൂ, പ്രത്യേകിച്ചല്ലാതെ വേറെ ഒന്നും ഇല്ല. അതും ഫസ്റ്റ് ഡെലിവറി പ്രഗ്നൻസി വെച്ച് നോക്കിയാൽ ഇത്തവണ എനിക്ക് ഇച്ചിരി വയറ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലായില്ലായിരുന്നു ആദ്യമൊക്കെ, കിടക്കാനുള്ള ബുദ്ധിമുട്ട്. ആദ്യത്തെ ഡെലിവറി എനിക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും. അതിനും കൂടെ എനിക്ക് ലാസ്റ്റ് ആ പെയിൻ കിട്ടി. പക്ഷേ എങ്കിൽ പോലും ആദ്യത്തെ ഒന്നും ഞാൻ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഒന്നും അതിന് വേണ്ടി ടേക്ക് കെയർ ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് ബോഡി നോർമൽ, എല്ലാം നോർമൽ ഫങ്ഷനിങ് ആയിരുന്നു. നമ്മളൊരു ബേബി ക്യാരി ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കി എല്ലാം സാധാ നടക്കുന്ന പോലെ ആയിരുന്നു. പക്ഷെ അതിനും കൂടെ വേണ്ടി ഇത്തവണ എനിക്ക് നല്ല ഒരു വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭാരം നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ വയറ് കൂടുതൽ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പോലും ഒരുപാട് അങ്ങനെ വയറില്ല. എനിക്ക് ആദ്യത്തിന് വയറില്ലായിരുന്നു, 9 മാസം പോലും ആണെന്ന് എനിക്ക് പറയത്തില്ലായിരുന്നു, അതുപോലെ വയറില്ലായിരുന്നു. അത് വെച്ച് നോക്കിയാൽ ഇത്തവണ ഒരു ഉണ്ണിവയറുണ്ട്, അതായിരിക്കണം. പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞല്ലേ. അപ്പം ഈ വീഡിയോ കുറച്ചെങ്കിലും പേർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ അനുഭവമുള്ളവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെയും സെക്കൻഡ് പ്രഗ്നൻസിയുടെയും ഒരു എന്താ പറയുക, ഒരു കമ്പാരിസൺ വീഡിയോയും ഞാൻ ചെയ്യാം ഉടനെ തന്നെ. ബാഗ് പാക്കിംഗ് വീഡിയോ ഉണ്ട്, ഞാനെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട, ചവറ് പോലത്തെ കാര്യങ്ങളൊന്നുമല്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ളൊരു വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.